വിജയ് തമിഴ് ചലച്ചിത്ര രംഗത്തെ ഒരു പ്രമുഖ നടനും പിന്നണി ഗായകനുമാണ് വിജയ്. ആരാധകർ ഇദ്ദേഹത്തെ ദളപതി എന്ന് വിളിക്കാറുണ്ട്. തമിഴ് സിനിമാ ചരിത്രത്തിൽ രജനീകാന്ത് കഴിഞ്ഞാൽ ഏറ്റവും ജനപ്രീതിയുള്ള നടനും ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളും ഈ നടന് അവകാശപ്പെടാവുന്നതാണ്. ആദ്യ ജീവിതം. തമിഴ് ചലച്ചിത്ര നിർമ്മാതാവായ S.A. ചന്ദ്രശേഖറിൻ്റെയും ശോഭ ചന്ദ്രശേഖറിൻ്റെയും മകനായിട്ടാണ് വിജയ് ജനിച്ചത്. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ചെന്നൈയിലെ ലയോള കോളേജിൽ നിന്നാണ്. ഇവിടെ പിന്നീട് പ്രമുഖ നടന്മാരായ സൂര്യ ശിവകുമാർ, യുവൻ ശങ്കർ രാജ എന്നിവർ ഒന്നിച്ച് പഠിച്ചിരുന്നു. എങ്കിലും 1999 ഓഗസ്റ്റ് 25-ന് വിജയ് വിവാഹം കഴിച്ചു. വിജയിയുടെ ആരാധികയായിരുന്നു സംഗീത. ഇപ്പോൾ 2 മക്കളുണ്ട്. അഭിനയ ജീവിതം. വിജയ് അഭിനയം തുടങ്ങിയത് ബാലതാര വേഷങ്ങൾ ചെയ്തിട്ടാണ്. പിതാവായ S.A. ചന്ദ്രശേഖർ നിർമ്മിച്ച നാളെ തീർപ്പു എന്ന ചിത്രത്തിലാണ് വിജയ് ആദ്യമായി അഭിനയിക്കുന്നത്. പിന്നീട് വിജയകാന്ത് ഒന്നിച്ച് സിന്ദൂരപാണ്ടി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. 1994 അജിത് കുമാറുമായി ഒന്നിച്ച് രാജാവിൻ പാർവയിലെ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. 1996 പുറത്തിറങ്ങിയ പൂവേ വിലക്കായ എന്ന ചിത്രമാണ് വിജയുടെ വഴിത്തിരിവായ ചിത്രം. പിന്നണി ഗായകൻ. തമിഴ് ചിത്രത്തിൽ പിന്നണി ഗായകനായും വിജയ് പ്രവർത്തിച്ചിട്ടുണ്ട്. രസികൻ എന്ന ചിത്രത്തിൽ ചിത്രക്കൊപ്പം ബംബൈ സിറ്റി ഇക്ക റെഡ്ഡി എന്ന ഗാനം ശ്രദ്ധിക്കപ്പെട്ടു. സച്ചിൻ എന്ന ചിത്രത്തിൽ വിജയ് പാടിയ ഗാനങ്ങൾ വിജയിച്ചിരുന്നു. 2012 തുപ്പാക്കി എന്ന ചിത്രത്തിലും 2013 തലൈവ എന്ന ചിത്രത്തിലും വിജയ് പാടി. 2014 ജില്ല എന്ന സിനിമയിലെ കണ്ടകി എന്ന് ആരംഭിക്കുന്ന ഗാനം വിജയ് പാടി. പ്രത്യേകതകൾ. 2017 പുറത്തിറങ്ങിയ ഭൈരവയിലെ തലക്കെട്ട് ഗാനം പിന്നീട് ഹിന്ദിയിലേക്ക് ഈണം ആക്കാൻ തീരുമാനം ഉണ്ടായി. 2017 പുറത്തിറങ്ങിയ മെർസൽ സിനിമയുടെ ടീസർ 1 മില്യൺ യൂട്യൂബ് ലൈക്ക് കിട്ടിയ വീഡിയോ ആയി മാറി. പുരസ്കാരങ്ങൾ. 1997, 2005 വർഷങ്ങളിൽ തമിഴ്നാട് സർക്കാരിൻ്റെ മികച്ച നടനുള്ള പുരസ്കാരം നേടി.